اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള പരിശുദ്ധരെ വിശ്വാസികളായിട്ടിക്കരെ വിശ്വാസിനികളായിട്ടിക്കരെ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പടച്ച തമ്പുരാനായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടും കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കണുകോ അതേ അവസരത്തിലായി മരിക്കണുകോ ഓരോരുത്തരും നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും അതിനായി പരിശ്രമിക്കണമെന്നും ആദ്യമായി എന്നോടും എല്ലാവരെയും ആദ്യമായി ഞാൻ ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ ഉപദേശങ്ങൾ ഉത്ബോധനങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കരുതായിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിലും ഗസയിലുമെല്ലാം തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാൽ പീഡനം അനുഭവിക്കരെ അവിടുത്തെ മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഏതൊരു ഗുരിക്ക് വേണ്ടിയാണോ അവർ പോരാടരുത് പരിശ്രമിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരിൽ രോഗികളായ ആളുകൾക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. അവരിൽ മരണപ്പെട്ടു പോയവർ അല്ലാഹു തആല ശുഹദാക്കളായി രക്തസാക്ഷികളായി പരലോകത്ത് അവരുടെ സ്ഥാനങ്ങൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ
സഹോദരിമാരെ, പുണ്യത്തിരെ പൂക്കാലോണ്ടു ചൊല്ലുറേ റമദാൻ മാസം അത് നമ്മുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പടിവാതിൽക്കലാണ് നാം എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ആ പരിശുദ്ധമായിട്ടിക്കരെ റമദാനിരെ സ്വാഗതം ചെയ്യണകൂ, വരവേൽക്കണകൂ മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും തയ്യാറാകണം. അതുകൊണ്ടായിരിക്കും ഈ ശഅബാൻ മാസത്തിൽ നാം ചെമ്മയായി നോമ്പ് പിടിക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ മാസത്തിലെ തിങ്കളാഴ്ച ദിവസവും അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും നോമ്പ് നോൽക്കാൻ മറന്നുപോകരുത്, വിട്ടുപോകരുത്. അതേപോലെ രാത്രിയിലുള്ള നിസ്കാരവും ഖുർആൻ പാരായണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ച ഒരു മാസമാണല്ലോ റമദാൻ എന്ന് ചൊല്ലുന്നത്. ഉണ്ട് ആ ഖുർആനിലെ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണക്കു, കുറച്ച് കാര്യങ്ങളൊന്നുമായി ബന്ധപ്പെട്ട് സംസാരിക്കണക്കു ഞാൻ ഉദ്ദേശിക്കരേ. ഞാൻ നിങ്ങളെ മുന്നിൽ ഓതി വെച്ചതായിട്ടിക്കരെ ആയത്തുകൾ, അത് സൂറത്ത് ഫാത്തിറിലെ 2 ആയത്തുകളായിട്ടിക്കര്. ആ ഫാത്തിറിലെ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിരെ അഥവാ ഖുർആൻ കയ്യിലുള്ളതായിട്ടിക്കരെ ഈ മുസ്ലിം ഉമ്മത്തിരെ അല്ലാഹു തആല 3 വിഭാഗമായി തിരിക്കറ്. എത്ര? 3 വിഭാഗമായി മുസ്ലിം ഉമ്മത്തിരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഗ്രന്ഥമായ, അവസാനത്തെ ഗ്രന്ഥമായ ഖൈർ ഉമ്മത്തുകൾ അല്ലാഹു നൽകിയതായിട്ടിക്കരെ ആ ഗ്രന്ഥം കൈവശം വെച്ച ആളുമാർ, അതായത് ഈ മുസ്ലിം ഉമ്മത്ത്, അങ്ങനെ 3 വിഭാഗമായിട്ട് അല്ലാഹു തആല അവിടെ തിരിക്കരുത് നമുക്ക് കാണാം. ആ 3 വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഏത് വിഭാഗത്തിലാണ് ഇക്കരുത്, ഏത് കാറ്റഗറിയിലാണ് നാം ഇക്കരുത് എന്ന് പരിശോധന നടത്തുകയും അതേപോലെ തന്നെ അതിൽ ഏത് വിഭാഗമായിട്ടിക്കണം നാം ആകേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ചൊല്ലുന്ന കാര്യം എന്തിനു നോക്കൂ. വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ഓ നബിയേ, വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബ്, നിങ്ങൾക്ക് ഞാനിതാ ദിവ്യവാണിയായി വഹിയായി നൽകിയതായിട്ടിക്കരെ ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഈ പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, ഹുവൽ ഹഖ്, ഹുവൽ ഹഖ്, അത് മാത്രമായിട്ടിക്കര് സത്യം. അല്ലാഹു തആല ചൊല്ലു ഖുർആൻ മാത്രമായിട്ടിക്കര് സത്യം. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം, ബാക്കിയും അല്ലാഹു തആല ഗ്രന്ഥങ്ങൾ ഇവിടെ മുന്നേ അവതരിപ്പിച്ചത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ഈ ഗ്രന്ഥത്തിന്, ഈ ഖുർആനുക്ക് മുന്നോട് അല്ലാഹു തആല ഇറക്കിയതായിട്ടിക്കരെ, അവതരിപ്പിച്ചതായിട്ടിക്കരെ ഗ്രന്ഥങ്ങൾ, അതിനെ എല്ലാം ഈ ഖുർആനാകുന്ന ഗ്രന്ഥം ദൃഢീകരിക്കറ്, അതിനെ കൺഫിർമാക്കറ്, അതിനെ സത്യമാക്കറ്. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ, കൃത്രിമങ്ങൾ വന്നു പോയിട്ടുണ്ട്, കലവറക്കകൾ വന്നു പോയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ. അത് ഏത് ഗ്രന്ഥമായാലും ശരി, തൗറാത്തായാലും ശരി, ഇഞ്ചീലായാലും ശരി, ഇന്ന് നിലവിലുള്ളതായിട്ടിക്കറി ഏത് ഗ്രന്ഥമായാലും ശരി, അതിൽ കൈകടത്തലുകൾ വന്നു. അതിലെ വിദ്വാംസന്മാർ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ അവരുടെ സ്വന്തം വകയായി ആ ഗ്രന്ഥങ്ങളിൽ അങ്ങ് എഴുതി ചേർത്തറാറ്. അതുകൊണ്ട് വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്, വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബ് ഹുവൽ ഹഖ്, പ്രവാചകരെ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചതായിട്ടിക്കരെ ഈ ഗ്രന്ഥം ഇത് മാത്രമായിട്ടിക്കര് സത്യം. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുന്നു, സുമ്മ ഔറസനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നാം തെരഞ്ഞെടുത്തതായിട്ടിക്കരെ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളുമാർക്ക് നാം ഈ കിതാബിനെ അനന്തിരാവകാശമായി നാം നൽകി. വാരീസ്, സ്വത്ത് പോലെ വാരീസായിട്ട് ഈ കിതാബിനെ നാം നൽകി. എന്തിന്? ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് വാരീസ്, സ്വത്ത് പോലെ
വാരീസ് സ്വത്തുണ്ട് ചെന്നെങ്കിൽ നിങ്ങൾക്ക് പിടിയുണ്ടല്ലോ. മരിച്ച അപ്പന്മാരുടെ സ്വത്ത് മക്കൾക്ക് വേണ്ടത് അതിനെയായിട്ട് വാരീസ് സ്വത്തുണ്ട് ചൊല്ലുന്നത്. മക്ക അതിൻ്റെ ഉത്തരാധികാരിയാവറാർ. അബ്ബ മരിച്ചാൽ അതേ അബ്ബാരെ സ്വത്തിലെ ഇൻഹെറിറ്റൻസ്, അതിൻ്റെ അവകാശം. അതുകൊണ്ട് അല്ലാഹു തആല ചൊല്ലി ഈ ഖുർആനുണ്ട് ചെന്നെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഹെറിറ്റൻസ് ആയിട്ട് ഒരു വാരീസായിട്ട് ഞാൻ തന്ന ആർക്ക് നമ്മൾ എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടിക്കരെ വിഭാഗത്തുക ആരാ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗം? ഉമ്മത്തു മുഹമ്മദിയ, ഈ മുസ്ലിം ഉമ്മത്താണ്. ഈ മുസ്ലിം ഉമ്മത്തക്ക് ഈ ഖുർആന്റെ നാം ഇൻഹെറിറ്റൻസായി അനന്തിരമായിട്ട് വാരിസായിട്ട് നാം നൽകിയ. എന്നാൽ അങ്ങ് 3 വിഭാഗമായി തിരിഞ്ഞാറ് അല്ലാഹു തആല ചൊല്ലുന്ന പഴക്കമാണ്. 3 വിഭാഗമായി അങ്ങ് മാറിയാറ്. ഏതാണ് ആ 3 വിഭാഗം? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അതിൽ ഒരു വിഭാഗം, ഈ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണ്? ഞങ്ങളെ സ്വന്തത്തോട് ദുൽമ് ചെയ്തങ്ങോ, സ്വന്തം ശരീരത്തോട് അന്യായം കാണിച്ചങ്ങോ, സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചങ്ങോ. ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാണ്? വമിൻഹും മുഖ്തസിദുൻ, മധ്യമമായിട്ടിക്കര മോഡറേറ്റ് ആയിട്ടിക്കര ഒരു നിലപാട് സ്വീകരിച്ചങ്ങോ. ഒന്നാമത്തത് സ്വന്തം ശരീരത്തോട് അന്യായം അക്രമം കാണിച്ചങ്ങോ. രണ്ടാമത്തെ വിഭാഗം ആരാണ്? മധ്യമമായ നിലപാട് സ്വീകരിച്ചങ്ങോ. മൂന്നാമത്തെ വിഭാഗമാരായിട്ടിക്കറാറ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, നന്മയുടെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കരങ്ങോ, ധാരാളം നന്മകൾ ചെയ്തോണ്ടിരിക്കരങ്ങോ. ഇങ്ങനെ 3 വിഭാഗമായി മാറിയാറ്. ഈ 3 വിഭാഗം ഞാനിവിടെ നിങ്ങളെ മുമ്പിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ 3 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലായിരിക്കണം ഞാനുള്ളത്, ഏത് വിഭാഗത്തിലാകണമെന്ന് ജുമാ കഴിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തരും അവൻ്റെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമായിട്ടിക്കറ്. നോക്കൊരു പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നത് അനന്തിരാവകാശമായി കിട്ടിയതായിട്ടിക്കര ഈ ഖുർആനുണ്ടല്ലേ, അതിൽ 3 വിഭാഗമായി തിരിഞ്ഞിറാറുണ്ട് അല്ലാഹു തആല ചൊന്നിട്ടതിൽ ഒരു വിഭാഗത്തെ പറ്റി അല്ലാഹു തആല ചൊന്നതെന്തിരെ? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവൻ്റെ സ്വന്തത്തോട് അന്യായം കാണിച്ചങ്ങോ. പരിശുദ്ധമായ ഖുർആൻ, ആ മഹത്തായ ഗ്രന്ഥം, മനുഷ്യരുടെ മാർഗദർശിയായിട്ടിക്കരെ ആ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അവൻ്റെ സ്വന്തത്തോടവൻ ദുൽമ് ചെയ്യറ, സ്വന്തത്തോടവൻ അക്രമം കാണിച്ചിറ. എന്തേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു തആല ഇങ്ങനെ ചൊല്ലുകൊള്ള കാരണം പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ പരിശുദ്ധ ഖുർആനുണ്ട്. നമ്മുടെ ഔത്തുക്ക് പോയാൽ ഔത്തര ഉൾക അലമാരയിൽ ഖുർആനുണ്ട്, വീട്ടിലെ ഔത്തര ഗോഡയിൽ ഖുർആനുണ്ട്, ഗോഡയിൽ ആയത്തുൽ കുർസി, ഖുർആനിലെ മഹത്തായ ആയത്തെല്ലാം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതേപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലെ ഉൾഗവും കാണാം, ഖുർആന്റെ ആയത്തിങ്ങനെ തൂക്കിക്കിടക്കരുത്. പക്ഷേ ഖുർആൻ കയ്യിലുണ്ടായിട്ടും അല്ലാഹു തആല ചൊല്ലുറു ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, പ്രയോജനമില്ല. ഖുർആൻ കയ്യിലുണ്ടായിട്ട് പ്രയോജനമില്ല. കൊരങ്ങിയുടെ കയ്യിൽ, മങ്കന്റെ കയ്യിൽ പൂവുരമാല കൊടുത്തതുപോലെ ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവൻ്റെ സ്വന്തത്തോടവൻ ദുൽമ് ചെയ്യറ, അക്രമം കാണിക്കറ. എന്തേ ഇതിൻ്റെ കാരണം അല്ലാഹു തആല ഇങ്ങനെ ചൊല്ലണുകോ? ഇതിൻ്റെ കാരണം എന്താണ് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ധാരാളം സംഗതികൾ, അതിൽ ചില സംഗതികൾ മാത്രമാണ് ഞാൻ നിങ്ങൾ ഉണർത്തുണക്ക് പോകരുത്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ 1-ാമത്തെ അധ്യായം നമുക്കൊക്കെ പിടിയുണ്ട്, സൂറത്തുൽ ഫാത്തിഹയായിട്ടിക്കറ് അല്ലേ? 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയായിട്ടിക്കറ്. എൻ്റെ സഹോദരങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഈ സൂറത്തുൽ ബഖറയിൽ ആദ്യം ഫസ്റ്റ് അല്ലാഹു തആല ചൊല്ലുന്നത് എന്തിരെ? ഫസ്റ്റ് അല്ലാഹു തആല ചൊല്ലുന്നത് ബിസ്മി ചൊന്നിട്ട് നോക്കൂ നിങ്ങൾ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, ഈ മഹത്തായ പടച്ചവന്റെ ഗ്രന്ഥമുണ്ടല്ലേ, ഇതിൽ സന്ദേഹമില്ല, സംശയമില്ല, ഡൗട്ടൊന്നുമില്ല. സന്ദേഹത്തിന് അതീതമായിട്ടിക്കരെ, സംശയത്തിന് അതീതമായിട്ടിക്കരെ ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ ഭയഭക്തിയുള്ളങ്ങൾക്കോ,
ഇത് മാർഗദർശിയായിട്ടിക്കറ്, ഭയഭക്തിയുള്ളങ്ങൾക്ക് മാർഗദർശിയായിട്ടിക്കറ് എന്ന് ചൊന്നിട്ട് അല്ലാഹു തആല പിന്നെ ചൊല്ലുന്നത് ആരാണ് ആ ഭയഭക്തിയുള്ളങ്ങോ? ഖുർആൻ മാർഗദർശിയാവര ഭയഭക്തിയുള്ളങ്ങ ആരാണ്? അതിന് പിന്നെ അല്ലാഹു തആല ചൊല്ലുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അങ്ങ് ഗൈബിൽ വിശ്വസിക്കരങ്ങോ, അങ്ങ് ഗൈബിൽ വിശ്വസിക്കരങ്ങോ, മറഞ്ഞ കാര്യങ്ങളിൽ. ഗൈബിട്ട് ചെന്നെങ്കിൽ മറഞ്ഞതായിട്ടിക്കര കാര്യം, അഗോചരമായിട്ടിക്കര കാര്യം, പരോക്ഷമായിട്ടിക്കര, പ്രത്യക്ഷമല്ലാത്ത പരോക്ഷമായിട്ടിക്കര, അഗോചരമായിട്ടിക്കര കാര്യം, അതിൽ വിശ്വസിക്കരാങ്ങോ. എന്തിന് അഗോചരമായ കാര്യമുണ്ട് ചെന്നെങ്കിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടിക്കര സംഗതിയായിട്ടിക്കര. ഉദാഹരണമായിട്ട് അല്ലാഹുവിൻ്റെ അസ്തിത്വം അല്ലേ, വിശ്വാസപരമായ കാര്യങ്ങൾ, ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളൊക്കെ നാം നോക്കിയാൽ നമുക്ക് കാണാം അതെല്ലാം മറഞ്ഞ കാര്യമാണ്. വിശ്വാസപരമായ ഏത് കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം മറഞ്ഞ കാര്യമാണ് അല്ലേ. ഈമാന്റെ ഒന്നാമത്തെ കാര്യം തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്തിരെ? അല്ലാഹുവിൻ്റെ ദാത്ത് എന്തിരെ? അല്ലാഹുവിൻ്റെ അല്ലാഹു ചൊല്ലുന്ന എക്സിസ്റ്റൻസ്, അതിൻ്റെ അസ്തിത്വം എന്തിരെ? ഗൈബാണ്, മറഞ്ഞ കാര്യമാണ് അല്ലേ. അല്ലാഹുവിൻ്റെ ഗുണങ്ങൾ മറഞ്ഞ കാര്യമായിട്ടിക്കറ്, അല്ലാഹുവിൻ്റെ മാലാക്കന്മാരുടെ വിശ്വാസം മറഞ്ഞ കാര്യമായിട്ടിക്കറ്, പരോക്ഷമായ കാര്യമായിട്ടിക്കറ്. പരലോകം കൊണ്ട് ചൊല്ലുന്നത് മറഞ്ഞ കാര്യമായിട്ടിക്കറ്, അവിടെയുള്ള സ്വർഗനരകം മറഞ്ഞ കാര്യമായിട്ടിക്കറ്. നരകവും പിന്നെ സ്വർഗവും അതുപോലെ തന്നെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കളിച്ചു കൂടുന്ന ഒരു ജീവിതമുണ്ട്, ബർസഖിയായ ജീവിതം. മറഞ്ഞ കാര്യമാണ്, മറഞ്ഞ കാര്യമാണ്. ആ മറഞ്ഞ കാര്യത്തിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് എന്നെങ്കിൽ മാത്രമായിട്ടിക്കറേ ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് മാർഗദർശനമുള്ളത് എന്ന് അല്ലാഹു തആല ചൊല്ലുറും. കാരണം മറഞ്ഞ കാര്യങ്ങൾ, മറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ പിടിയുള്ളവൻ അല്ലാഹു മാത്രമാണ്. വേറെ ഓർക്കും പിടിയില്ല എന്ന വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. മറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവൻ്റെ സൃഷ്ടികളിൽ ഓർക്കും അതറിയാൻ സാധിക്കുകയില്ല. വഹ്യിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രവാചകന്മാർക്ക് വഹ്യിലൂടെ അറിയിച്ച കാര്യങ്ങളുണ്ട്, വഹ്യ് മറഞ്ഞ കാര്യങ്ങൾ. അത് മാത്രമല്ലാണ്ട് വേറെ ഒരു കാര്യവും സൃഷ്ടികൾക്ക് ഓർക്കും അവൻ എത്ര വലിയ മലക്കായാലും എത്ര വലിയ പ്രവാചകനായാലും റസൂലായാലും അറിയണക്ക് സാധ്യമല്ല. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്ന കാര്യമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പ്രവാചകരെ നിങ്ങൾ ചൊല്ലോറോ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഓർക്കും മറഞ്ഞ കാര്യം അറിയണക്ക് സാധ്യമല്ല. അങ്ങ് ഖബറിൽ നിന്നിട്ട് എഴുന്നേൽപ്പിക്കപ്പെടുന്നത്, പുനരുത്ഥാനം എപ്പോട്ടോ, ഖബറിൽ നിന്നിട്ട് എബ്ബിസപ്പെടുന്നത് എപ്പോട്ടോ ആർക്കും പിടിയില്ല, ആർക്കും പിടിയില്ല. ഖുർആനിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ അല്ലാഹു തആല നമുക്ക് ചൊന്നുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലുള്ള മലക്കുകൾ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് പിടിയാക്കുന്നത് സാധ്യമായില്ല, ഇത് മലക്കാണിട്ട്. മുസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ അല്ലാഹു തആല ആ ബടിരെ നിലത്തിടണോ ചെന്നത് പാമ്പാവുമ്പത്ത് പാമ്പാവുര മുന്നോളി എന്തിരാവും ബടി കേട്ട് മൂസാ നബിക്ക് പിടിയില്ല. നമ്മുടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കുളിച്ചതായിരിക്കുന്ന ഒരു ചതിക്കുളിയുണ്ട്, ഒരു കണിയുണ്ടാക്കിയ റസൂലുള്ളാഹി അതിൽ ബോണുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിയില്ലാതെ അതിൽക്ക് ബൂണ് പോയിട്ട് റസൂലുള്ളാഹിയുടെ പല്ല് പൊട്ടിയിട്ട് റസൂലുള്ളാഹിയുടെ മുഖത്ത് രക്തം ഇങ്ങനെ വ്യാപിച്ച് ചെഞ്ചായമണിയിക്കപ്പെട്ടു. റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് റസൂലുള്ളാഹിക്ക് പിടിയായിട്ടില്ല. ഇങ്ങനെ ഒരു കുളി എൻ്റെ മുന്നേ ഉണ്ടോട്ട് പിടിയായിട്ടില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ചൊന്നു തണ്ടത്. ഹുദൈബിയ സന്ധിയിലേക്ക് എത്തിയതായിട്ടിക്കരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഹിജ്റയുടെ 6-ാമത്തെ വർഷം ഉംറ നിർവഹിക്കൊണ്ടു പോവറു.
അണ്ട് മക്ക അതേപോലെ കഅബാലയമെല്ലാം മുശ്രിക്കുകളുടെ ആഡളിത്തത്തിലായിട്ടിന്ത് ഉംറ നിർവഹിക്കൊണ്ടുകയാണ് റസൂലും സഹാബത്തും 1,500-ഓളം 1,500-ഓളം പേര് വേണ്ട സഹാബത്തിനെ കൂട്ടിയിട്ട് റസൂലുള്ള ഉംറ നിർവഹിക്കൊണ്ടു പോകരുത്. പക്ഷേ റസൂലുള്ളാഹിക്ക് ഉംറ കൊണ്ടുക്ക് സാധ്യമായില്ല, തടഞ്ഞു വെച്ചാറങ്ങോ. പിന്നെ പിറ്റേത്തെ വർഷമാണ് ഉംറ നിർവഹിച്ചത്. റസൂലുള്ളാഹിക്ക് പിടിയായിട്ടില്ല. പിടിയായിരുന്നെങ്കിൽ സഹാബത്തിനെ കൂട്ടി പോകുമായിരുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യമായ കാര്യം പിടിയുണ്ടോ? അല്ലാഹു അല്ലാത്ത മഹാന്മാർക്ക് ഗൈബിയായ അദൃശ്യമായ കാര്യം പിടിയുണ്ടോണ്ടുള്ള വിശ്വാസമാണ് ഇവിടെ പ്രചരിക്കുന്നത് എങ്കിൽ ഖുർആൻ ചൊന്ന മാതിരി അവൻ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഖുർആൻ കയ്യിലുണ്ടായിട്ടും ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോടവൻ ദുൽമ ചെയ്തവനായിട്ടിക്കറ. ഇതാണ് അതിൻ്റെ കാരണം. ഖുർആൻ ചൊല്ലുന്നത് സ്വന്തത്തോട് ദുൽമാണ് അവൻ കാണിക്കുന്നത്. അല്ലാഹു തആല കിതാബിനോടുള്ള ദുൽമ കാണിച്ചിരാണ്ട് ചൊല്ലുന്നില്ല. അല്ലാഹുവിനോടോ റസൂലിനോടോ ദുൽമ കാണിച്ചിട്ടല്ല അല്ലാഹു ചൊല്ലുന്നത്. ളാലിമുൻ ലിനഫ്സി, അവൻ്റെ സ്വന്തത്തോടായിട്ടിക്കറ അവൻ ദുൽമ ചെയ്യരുത്. ഇതാണ് ഒന്നാമത്തെ കാരണം, വിശ്വാസപരമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ആയത്ത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ടൊന്ന് ഓതുറോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത, നിസ്കാരം സംസ്ഥാപിക്കറാങ്ങോ. നിസ്കരിക്കറാങ്ങോട്ടല്ല, നിസ്കാരം സംസ്ഥാപിക്കറാങ്ങോട്ടാണ് അല്ലാഹു ഇവിടെ പ്രയോഗിച്ചത്. ഇഖാമത്തു സ്വലാത്ത് എന്ന് ചൊന്നെങ്കിൽ വൈയക്തികമായി ഓരോരുത്തരും ഒതുവെടുത്തിട്ട് അവൻ്റെ ഔത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ ആക്കരുത് അല്ല ഇഖാമത്തു സ്വലാത്ത് എന്ന് ചൊല്ലരുത്. അത് സാമൂഹികമായി അല്ലാഹുവിൻ്റെ പള്ളിയിൽ വന്നിട്ട് ഇമാമും ജമാഅത്തായി നിർവഹിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല യുഖീമൂന സ്വലാത്തായിട്ടുള്ള പദം പ്രയോഗിച്ചത്. വൈയക്തികമായിട്ടുള്ള നിസ്കാരമല്ല, സാമൂഹികമായി ഇമാമും ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് യുഖീമൂന സ്വലാത്താണ്ട് ചൊല്ലുന്നത്. ഈ ഉമ്മത്തിലെ നിങ്ങളൊന്ന് ഒരു കാനേശുമാര് കണക്കെടുത്ത് നോക്കിയാൽ കൃത്യമായി കട്ടുനിട്ടായി ഇമാമും ജമാഅത്തായി നിസ്കരിക്കണമെങ്കിൽ എത്ര ആളുള്ളാറ് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. ഈ ഉമ്മത്തിനെ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ 2% താഴെവരും നിസ്കരിക്കണമോ. ബാക്കിയെല്ലാം അധികവും സപ്ലിമെന്ററി നിസ്കാരക്കാരായിരിക്കും. പത്രക്കാർ ചില സപ്ലിമെന്ററി ഇറക്കാറുണ്ടല്ലോ, വീക്കിലി മന്ത്ലി ഉണ്ട് ചൊല്ലുന്നത്. അങ്ങനെ ചില ആളുമാർ വീക്കിലിയിൽ നിസ്കരിക്കണമെങ്കിൽ മാത്രമായിരിക്കും അല്ലേ. ഞാൻ ഇവിടെ ഉള്ളവരൊന്നും ചൊല്ലുന്നതല്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ ചൊന്തു ഉസ്താദെ നമ്മൾ നിസ്കരിക്കണം പണ്ട് പള്ളിയിൽ പണ്ട് വെള്ളിയാഴ്ച പണ്ട് പല ആളുകളും വെള്ളിയാഴ്ച മാത്രം പണ്ടങ്ങാണ്, വേറെ ഒരു നേരം അങ്ങ് നിസ്കരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വെള്ളിയാഴ്ച നിസ്കരിക്കരാങ്ങോ, ചിലപ്പോൾ 2 പെരുന്നാൾക്ക് മാത്രം നിസ്കരിക്കരാങ്ങോ, ചിലപ്പോൾ മങ്ങില ഉണ്ടെങ്കിൽ ചെന്നെങ്കിൽ പിറ്റേന്ന് ഉണക്ക് മങ്ങിലായിരിക്കും. അപ്പോൾ പിറ്റേന്ന് ഉസ്താദ് അവൻ്റെ ഒത്തുക്ക് പോകണം, സവജത്തുക്ക് അങ്കഹത്തുക്കാന്ത അവൻ്റെ കൈ പിടിച്ചിട്ട് ആക്കണക്ക് വേണ്ടി. അപ്പോൾ അവനക്ക് എന്താവും, ഒന്നിങ്ങനെ പള്ളിക്കൊന്ന് പോയിട്ട് വരാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ മംഗലത്തിൽ പെരുന്നാൾ അവനെ നിസ്കരിക്കരങ്ങ ഉള്ളാറ്, 2 പെരുന്നാളൊക്കെ നിസ്കരിക്കരങ്ങ ഉള്ളാറ്. ഈ ഒരു അവസ്ഥയാണ് ഈ ഉമ്മത്തിലുള്ളത് എങ്കിൽ അങ്ങ് ഏത് കാറ്റഗറിയിലാണ്? ഖുർആൻ ചെന്ന പോലെ ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവൻ സ്വന്തത്തോട് ദുൽമ ചെയ്തവനായിട്ടിക്കറ. ഇത് നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇനി വേറെ സക്കാത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എത്രയെത്ര സമ്പത്തുള്ള പണക്കാരുള്ള നമ്മുടെ സമുദായത്തിലെ ആളുമാർ കൃത്യമായ നിലക്ക് ഖുർആൻ ചൊന്ന മാതിരി അല്ലാഹു ചൊന്ന മാതിരി സക്കാത്ത് കൊടുക്കണമെങ്കിൽ എത്ര ഉള്ള ആൾ? സക്കാത്ത് കൊടുക്കാത്തങ്ങളെ ഖുർആൻ പ്രയോഗിച്ചതങ്ങ് മുശ്രിക്കീങ്ങൾ ഉണ്ടായിട്ടിക്കറ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഇമാമായി വന്നപ്പോൾ കുറച്ച് ആളുമാർ എന്താക്കിയാറ്, റസൂലുള്ളാഹി വഫാത്തായിട്ടല്ലേ ഇനി ഞങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണില്ല, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂലാണ്ട് ചൊന്നാറ്. ചൊല്ലണക്ക് കാരണമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആൾ ഒരു ലോലമായ മനസ്സിരെ സെൻസിറ്റീവ് ആയിട്ട് മനസ്സിലാളായിട്ട് എന്താ തങ്ങൾക്ക് പിടിയുണ്ടു അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോഴത്തോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് നിസ്കരിക്കണക്ക് വേണ്ടി തൻ്റെ പത്നിയിട്ട ചൊല്ലൂർ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലൂർ അബ്ബ അബൂബക്കർ ഇമാമായി നിൽക്കട്ടേണ്ട്. അപ്പോൾ ആയിഷ ചൊല്ലൂർ റസൂലേ നിൻ്റെ അബ്ബരട്ട ചൊല്ലണ്ട, നിൻ്റെ അബ്ബരട്ട ഇമാമായി നിൽക്കണക്ക് ചൊല്ലണ്ട റസൂലെ. കാരണം നിൻ്റെ അബ്ബാരെ മനസ്സും ചെന്ന് ലോലമാണ്, സെൻസിറ്റീവ് ആയിട്ടിക്കറ്.
ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ നരകത്തിന്റെ കാര്യവും പിന്നെ ഖിയാമത്തിനെല്ലാം ഓർക്കുമ്പോൾ ചിലപ്പോൾ ഉൾപ്പെട്ടു പോകുന്ന എൻ്റെ അബ്ബ നിസ്കാരം പൂർത്തിയാക്കണക്ക് സാധിക്കലെന്ന് എൻ്റെ അബ്ബക്ക്. അതുകൊണ്ട് എൻ്റെ അബ്ബരിട്ട് ചൊല്ലണ്ട, വേറെ ആരട്ടെയും ചൊല്ലോറു റസൂലേ. പക്ഷെ റസൂലുള്ള ചൊന്നത് എന്തിരെ? മൊറു അബൂബക്കറിട്ട് ചൊല്ലോറു, അബൂബക്കർ ഇമാമായി നിസ്കരിക്കട്ടെ. ഇപ്പൊ ഉള്ള ആളുമാരിൽ അർഹനായിട്ടിരിക്കുന്ന ആൾ അബൂബക്കറാണ്. അപ്പൊ അങ്ങനെയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോലമായ മനസ്സിന്റെ ഉടമ. ആളുമാർ ചൊന്ന് ഞങ്ങൾ സക്കാത്ത് കൊടുക്കല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു നിലപാട് നിങ്ങൾ നോക്കണം. അദ്ദേഹം എടുത്തതായിട്ടിരിക്കുന്ന ആ സ്റ്റെപ്പ് നിങ്ങൾ നോക്കണം. മിമ്പറിലേക്ക് പത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ മിമ്പറിലേക്ക് പത്തി. എന്നിട്ട് അവിടുന്ന് ചൊന്ന പഴക്കമുണ്ട്, അയ്യുഹന്നാസ് ചൊന്ത മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത് ലൗ ഖാതിലന്നഹു. എന്തിരെ? ആരെങ്കിലും നിസ്കാരത്തിനെയും സക്കാത്തിനെയും ഇടയിൽ ആരെങ്കിലും താരതമ്യം കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. എന്തിനങ്ങനെ ചൊന്നെങ്കിൽ അതിനർത്ഥം താരതമ്യം കാണിക്കരുത്. നിസ്കാരം കാര്യം ശരിക്കും നിസ്കരിക്കാറ്, സക്കാത്തിനോട് എത്തുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ആയാൽ ഞാൻ യുദ്ധം ചെയ്യും, ഇസ്ലാമിന്റെ ശത്രുക്കളോട് കാഫിറുകളോട് യുദ്ധം ചെയ്യും പോലെ. ഈ പളക്ക ചൊല്ലുമ്പോൾ അവിടെ സദസ്സിൽ ആരെല്ലാം ഉണ്ട്? വലിയ വലിയ സ്വഹാബത്തുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ അങ്ങക്ക് തെല്ല് അത് ഇഷ്ടമായില്ല, അങ്ങക്ക് ഇഷ്ടമായില്ല. ഇതെന്തിനാ അബൂബക്കർ ചൊല്ലുന്നത്? യുദ്ധം ചെയ്യുന്നുണ്ട് ചൊല്ലുമ്പോൾ യുദ്ധം ചെയ്യരുത് ആരട്ടെ? കാഫിറുകളിട്ട് മുശ്രിക്കുകളിട്ടല്ലേ? ഇവിടെ ചെന്നെങ്കിൽ നിസ്കരിക്കാറുള്ളാറ്, നോമ്പ് പിടിക്കാറുള്ളാറ്, ലായില എന്ന് ചെന്ന ആളുമാരുടെ സക്കാത്ത് പോയി ഇങ്ങനെ യുദ്ധം ചെയ്യരെ. അപ്പൊ അവിടുന്ന് മന്ത് ക്വസ്റ്റ്യൻ മന്ത് അല്ല അബൂബക്കർ അല്ല അമീറുൽ മുഅ്മിനീൻ ഈ കൂട്ടറും നിസ്കരിക്കാറുള്ളാരെ കൂട്ടത്തിൽ അതേമാതിരി നോമ്പ് പിടിക്കാറുള്ളാർ എങ്ങനെ യുദ്ധം ചെയ്യരുത്? മുട്ടില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. നോക്കണം ആ ലോലമായ ഹൃദയം. ആ സമയത്ത് അദ്ദേഹത്തിന് വന്ന ധൈര്യം എത്രയുണ്ട്. നോമ്പുടിച്ചാലും നിസ്കരിച്ചാലും ശരി ഞാൻ യുദ്ധം ചെയ്യും സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ. കുറച്ച് കളിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വരബായിന്ന് പളക്ക വന്ന് നക്ക് പിടിയായിട്ട് അബൂബക്കർ ചൊന്നതായിട്ട് ഹക്ക്. അബൂബക്കറുടെ നാവിലൂടെ അല്ലാഹ് ചൊല്ലു പാട്ടിയതാണ്. എന്നിട്ട് നക്ക് പിടിയായിട്ട് പിന്നെ അബൂബക്കർ ചൊന്നതായിട്ട് ആ പളക്കം അതാണ് ഹക്കുണ്ട്. നക്ക് പിന്നെ പിടിയായിട്ടത് അല്ലാഹുയാളെ നാവിലൂടെ ചൊല്ലുപാട്ടിതി എന്ന്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണമെങ്കിൽ എത്ര പേരുള്ളാറ്? സക്കാത്തിന് ചെന്ന റമദാൻ മാസം വരുമ്പോൾ ഏതെങ്കിലും യാചകന്മാർക്ക് ഇട്ട് കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ല പുടിക്കാസല്ല സക്കാത്തുണ്ട് ചൊല്ലുന്നത്. അതൊക്കെ വ്യക്തമായ കൃത്യമായ കണക്ക് ഖുർആനിലുണ്ടു. അത് ആർക്ക് കൊടുക്കണം, അതിന്റെ അവകാശികൾ ആരാണ്, ബെനിഫിഷ്യറി ആരാണ്ട് ഖുർആനിലുണ്ടു. പിടിയായിട്ടല്ലേ? അതനുസരിച്ച് കൊടുക്കറങ്ങോ. ഈ സമുദായത്തിൽ ഇല്ലാണ്ടായെങ്കിൽ ഖുർആൻ ചെന്ന മാതിരി ഏത് കാറ്റഗറിയിലാണ് വേണ്ടത്? സ്വന്തത്തോട് ദുൽമ് ചെയ്ത കാറ്റഗറിയാണ്. ഇനി ഹജ്ജിന്റെ വിഷയം നിങ്ങൾ എടുക്കറു. ഹജ്ജ് കൊണ്ട് ചെന്നെങ്കിൽ അത് ആർക്കാണ് നിർബന്ധമാക്കുന്നത്? ജീവിതത്തിൽ സാമ്പത്തികമായ കഴിവുള്ള ആരോഗ്യശേഷിയുള്ളവർക്കെല്ലാം ഹജ്ജ് നിർബന്ധമായിട്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ സാമ്പത്തികമായ കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, എന്തിട്ടും ഹജ്ജിന് പോകുന്നില്ല. അവർ അങ്ങ് കാക്കറാറ് കിളവന്മാരാകണക്ക് വേണ്ടി, വയസ്സന്മാരാകണക്ക് വേണ്ടി എന്തൊക്കെ അത്രത്തോളം എല്ലാ തപ്പുകളും എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ വെളുത്ത് നരച്ചുമ്പോൾ അതേമാതിരി താടി ഉണ്ടെങ്കിൽ താടിയെല്ലാം നരച്ച്, മീശയെല്ലാം നരച്ച്, നെറ്റിത്തടെല്ലാം ചുളിഞ്ഞ് ഇങ്ങനെ കുനിഞ്ഞ് മുട്ടും ഇതൊന്നും മടക്കണമെങ്കിൽ കഴിയാതെ അവസാനം ഇങ്ങനെ ഒന്ന് ഹജ്ജ് ഉണ്ട് ചൊന്തു. പല ആളുമാരെ ഞാനിത് ഹജ്ജിക്ക് പോകേണ്ട ഇങ്ങനെ തെറിപ്പാട്ടി എന്നിട്ട് കയവാരെടുത്ത് പോയി കയവാര ഹില്ലങ്ങനെ പിടിച്ചിട്ട് അല്ലോലക്ക് മാപ്പാക്കണേട്ട് ചൊന്തൊരു ഉൾപ്പെടൽ. ഇതാണോ പ്രിയമുള്ളവരെ ഹജ്ജ്? പ്രായമായ ഒരു സന്ദർഭത്തിൽ ഹജ്ജ് ചെയ്യണോട്ട് ആരാണ് പടിപാട്ടിയത്? പ്രായമായ സമയത്താണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു പടിപാട്ടിയോ ഖുർആൻ പടിപാട്ടിയോ റസൂൽ പടിപാട്ടിയോ ഇല്ലല്ലോ. ഹജ്ജ് ചെയ്യേണ്ടത് സാമ്പത്തികമായ കഴിവും ആരോഗ്യവും ഉണ്ടായാൽ അപ്പ ഹജ്ജ് ചെയ്യണം. ഇതിനൊക്കെ മങ്ങിലായിട്ടില്ലല്ലേ? മങ്ങിലായത് പിന്നെ ഞാൻ പോകാം ഇല്ല. നിനക്ക് സാമ്പത്തികമായ കഴിവ് നിൽക്കുണ്ടോ, ആരോഗ്യമുണ്ടോ, വേഗം നീ ഹജ്ജ് ചെയ്യണം. കാരണം ഹജ്ജ് ചെയ്യാണ്ട് മരണപ്പെട്ടാൽ അവൻ ലാലിമായ നിലക്കാണ് മരിക്കുന്നത്. അവന്റെ സ്വന്തത്തോട് അവൻ ദുൽമു ചെയ്യരുത്. ഒരു പളക്ക ഞാൻ നിങ്ങളട്ടെ ചൊല്ലട്ടെ. പ്രിയമുള്ളവർ, ഇന്തോനേഷ്യ നിങ്ങൾക്ക് പിടിയുണ്ടല്ലേ? മുസ്ലിങ്ങൾ ചെമ്മയുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്തോനേഷ്യ ആയിട്ട് ചൊല്ലുന്നത്. ആ ഇന്തോനേഷ്യയിൽ അവിടെ ഒരു ചെറുക്കണക്ക് ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ, ഒരു ചെറുക്കണക്ക്
പെണ്ണ് കിട്ടണമെങ്കിൽ മങ്ങിലാക്കി കൊടുക്കുമ്പോൾ ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ അവിടെയുള്ള ഗുണമെന്താണ്? ആ ചെറുക്കൻ കൊണ്ടാവേണ്ട ഗുണമെന്തിരെ, ക്വാളിഫിക്കേഷൻ എന്തിരെ പിടിയുണ്ടോ? അവൻ ഹജ്ജ് ചെയ്തിരിക്കണം. ഇതാണ് ചെന്നെങ്കിൽ ഒരു അബ്ബ അയാളെ മോൾക്കൊരു പുയ്യാപ്പിളിനെ നോക്കുമ്പോൾ അയാൾ നോക്കരുത് തന്നെ മോൾക്ക് കിട്ടുന്ന പുയ്യാപ്പിള് ഹജ്ജ് ചെയ്തരാണോ എന്ന് നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് മക്കയിൽ ഹജ്ജിക്ക് പോയവർക്കൊക്കെ പിടിക്കും. ചിലപ്പോൾ അവിടെ ഇന്തോനേഷ്യയിൽ നിന്നിട്ട് കുറേ യങ്സ്റ്റേഴ്സാണ് വേണ്ടത്, ചെറുപ്പക്കാരാണ്. കുറേ മീശ മുളക്കാത്ത പോലും ഒരുപാട് ചെറുപ്പക്കാർ ഹജ്ജിക്ക് വേണ്ടാറ്. കാരണം എന്തിന്? ഇതന്നെ മങ്ങിലാവണമെങ്കിൽ പെണ്ണ് റബ്ബ ഫസ്റ്റ് നോക്കരുത് ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെപ്പം ഞാൻ ചൊന്നുകൊണ്ടത് ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചും കൊണ്ട് ഒരു മനുഷ്യൻ ഖുർആനെ കയ്യിൽ പിടിച്ചാൽ അവൻ ആ ഖുർആൻ കയ്യിൽ പിടിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അല്ലാഹു തആല ചൊന്ന മാതിരി ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവൻ അവൻ്റെ സ്വന്തത്തോട് ദുൽമ ചെയ്തവനായിട്ടിക്കറ. എന്തുകൊണ്ട് അല്ലാഹു തആല ചൊന്നത് ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് ഒമിൻഹും മുഖ്തസിദുൻ ഒമിൻഹും സാബിക്കും ബിൽ ഖൈറാത്ത്. അതും കൂടി നാം മനസ്സിലാക്കിയാൽ നാം ഈ മൂന്ന് വിഭാഗത്തിൽ ഏത് വിഭാഗമായിട്ടിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ കലാം നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ അനന്തരമായി കിട്ടിയ വാരിസായി കിട്ടിയ പൈതൃകമായി കിട്ടിയ മുസ്ലിം ഉമ്മത്തിരെ അല്ലാഹു തആല മൂന്ന് വിഭാഗമായി തിരിച്ചത്, മൂന്ന് കാറ്റഗറിയായി തിരിച്ചത് നാം മനസ്സിലാക്കിയതിൽ ഒന്നാമത്തെ വിഭാഗമായിട്ട് സ്വന്തത്തോട് ദുൽമ ചെയ്തങ്ങോ. രണ്ടാമത്തെ വിഭാഗം അത് കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ ഇപ്പോൾ സമയമില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ വിശദീകരിക്കാമെങ്കിലും അത് നാം അതിനെപ്പറ്റി ചൊല്ലറേ ഫമിൻഹും മുഖ്തസിദ്. രണ്ടാമത്തെ വിഭാഗമായിട്ടിക്കറ് മുഖ്തസിദ് അല്ലാഹു തആല ചൊന്നത് ഒരു മോഡറേറ്റ് ആയിട്ടിക്കരെ ഒരു മീഡിയം ലെവലായിട്ടിക്കര ജീവിതമാണ് അവരുടേത്. അവരുടെ ജീവിതത്തിൽ നല്ലതും ഒളിത്തും കെടുക്കുമെല്ലാം തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള വിഭാഗമാണ് മുഖ്തസിദ് അല്ലാഹു തആല ഇവിടെ ചൊന്നത്. അവരുടെ ജീവിതത്തിൽ നന്മയും തിന്മയും തുല്യമായിരിക്കും. മൂന്നാമത്തെ വിഭാഗമാണ് അല്ലാഹു തആല ഇവിടെ ചൊല്ലുന്നത് സാബിക്കും ബിൽ ഖൈറാത്ത്. സാബിക്കും ബിൽ ഖൈറാത്ത്, അങ്ങനെ നന്മയിൽ മത്സരിക്കറങ്ങായിട്ടിക്കറാറ്. നന്മയിൽ മുൻകടക്കുന്നവർ ചെന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ഞാൻ എന്തൊക്കെ ഈ ദുനിയാവുക വന്നത്, എൻ്റെ ലക്ഷ്യം എന്തായിട്ടിക്കറ് എന്ന ബോധമുണ്ടങ്ങൾക്കു. അങ്ങനെയാണ് അല്ലാഹു തആല മൂന്നാമത്തെ വിഭാഗമായി ചൊന്നത് സാബിക്കും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്. അല്ലാഹുവിൻ്റെ അനുവാദത്തോടെ ഖൈറാത്തിൻ്റെ വിഷയത്തിൽ അവർ മുൻകടക്കുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. അതെന്താണ്? നാളെ പരലോകത്തിൽ അവൻ്റെ സ്വർഗം പ്രാപിക്കുക. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. അല്ലാഹുവിൻ്റെ ഈ ദീനിലേക്ക്, പരിശുദ്ധമായ ഭവനമായി ദീനിലേക്ക് ജനങ്ങളെ കഴിവിൻ്റെ പരമാവധി ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ രാവിലെ ആകും ഒരു ലക്ഷ്യമുണ്ട്. സുബ്ഹി നിസ്കരിക്കും, അവർ പള്ളിയിൽ വന്ന് ഇമാം ജമാഅത്തായി നിസ്കരിക്കും, പുറത്തിറങ്ങും, അധ്വാനിക്കും, കഷ്ടപ്പെടും, ഹലാലായ റിസ്കിന് വേണ്ടി അവർ പരിശ്രമിക്കും. അതിൻ്റെ ഇടയിലൂടെ സമയം കിട്ടുമ്പോൾ അല്ലാഹുവിൻ്റെ ദീനിനെ അവർ ജനങ്ങൾക്ക് ചൊന്നു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കഴിവിൻ്റെ പരമാവധി
അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളണക്ക് വേണ്ടി അവർ ആളുമാരെ ക്ഷണിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളതായിട്ടിക്കരെ വിഭാഗമാണ് അവസാനമായി മൂന്നാമതായി ചൊന്ന വിഭാഗം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ അല്ലാഹു തആല ഇവിടെ ചൊന്ന വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ എത്തുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ മൂന്നാമത്തെ കാറ്റഗറിയിലെത്തിയാൽ അവൻ രക്ഷപ്പെട്ടവനായി നാളെ പരലോകത്ത് അവനക്ക് ഒരു വിചാരണയും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ അവസാനമായി അല്ലാഹു തആല ചെന്ന ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചും കൊണ്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് ജീവിക്കുവാൻ താമസിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ചൊല്ലണുള്ളത്. ഒന്ന്, പ്രധാനമായി നിങ്ങൾ അറിയിക്കണുള്ളത് നമ്മുടെ ഈ ലോകസഭാ ചുനാവണ 2024 ലോകസഭാ ചുനാവണ അതിനായ എലക്ഷൻ അത് മുട്ടമുട്ടായിക്കൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഈ വിഷയത്തിൽ സജീവമായ നിലക്ക് തയ്യാറെടുപ്പ് നടത്തണം. കാരണം നമ്മുടെ രാജ്യം നിങ്ങൾക്ക് പിടിയുള്ളതാണ്. ഇത് ഡെമോക്രാറ്റിക് സെക്യുലറിസ്റ്റ് കൺട്രിയാണ്, പ്രജാപ്രഭുത്വത്തിൻ്റെ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രം ഇതൊരു മതരാഷ്ട്രമായി മാറിയാലുള്ള അപകടം പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ രാഷ്ട്രത്തിലെ ഓരോ പൗരനും, മുസ്ലിമുകൾ മാത്രമല്ല, അതിൻ്റെ കഷ്ടപ്പാടുകൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. അത് വളരെ ജാഗ്രതയോടു കൂടി ആയിരിക്കണം. ഓരോരുത്തരും ഈ സമ്മതിദാന അവകാശം, അതായത് വോട്ടിടണക്കു ആരും അതിൽ ആ വിഷയം നിർലക്ഷ്യത്തെ കാണിക്കണക്ക് തീരാ. മുസ്ലിമുകളാണ് ഈ വിഷയത്തിൽ വളരെ ബാക്ക്വേർഡായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, ആദ്യമായിട്ട് നിങ്ങളെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇല്ല എങ്കിൽ ചേർക്കാനുള്ള എല്ലാ വ്യവസ്ഥകളുണ്ട്. പിടിയായിട്ടല്ലേ, അത് പ്രത്യേകമായ ആപ്പുകളൊക്കെ ഉണ്ട് മൊബൈലിൽ. നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യണോ, അതേപോലെ തന്നെ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലതും അതേപോലെ തന്നെ ID-യിലും ആധാർ കാർഡിലെല്ലാം ഒരുപോലെയാണോ, ഇതൊക്കെ നോക്കണം. നിങ്ങളെ പേരുണ്ടോ, ഇതെല്ലാം നിങ്ങൾ എന്താക്കണം, പരിശോധിച്ചും കൊണ്ട് ഈ ഇലക്ഷന് വേണ്ടി സജീവമായ നിലക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കരാം. അതേപോലെ തന്നെ രണ്ടാമത്, നമ്മുടെ SKSM-ന്റെ കീഴിൽ കങ്കനാടി യൂണിറ്റിൻ്റെ കീഴിൽ ഉണ്ട് ഒരു ധാർമ്മിക പ്രവചന കാര്യക്രമം നടക്കുന്നുകൊണ്ടു. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ഒലിമ്പരത്തോളം ഉള്ള ഒരു പരിപാടിയാണ്. വിവിധ ഭാഷകളിൽ, ഇംഗ്ലീഷിലും ഉറുദുവിലും ബ്യാരിയിലുമെല്ലാം തന്നെ അവിടെ പല പ്രഭാഷണങ്ങൾ നടക്കുന്നുകൊണ്ടു. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ആ നല്ല അവസരം ഉപയോഗപ്പെടുത്തണം. മൂന്നാമതായി നിങ്ങൾ അറിയിക്കൊണ്ടുള്ളത്, SKSM എല്ലാ വർഷവും നടത്തുന്ന റംസാൻ കിറ്റാണ്. സാധുക്കളായ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വളരെ പബ്ലിക്കായി തന്നെ നൽകുന്ന അതിൻ്റെ കലക്ഷൻ, അത് ഒരു കിറ്റ് 2500 റുപ്പീസാണ്, 2500 റുപ്പികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ട്, ഒരു കിറ്റ് കൊടുക്കണം കഴിയുന്നവർ അത്ര, ഇനി അതിനേക്കാളും ജാസ്തി ചെമ്പ കൊടുക്കണം കഴിയുന്നവർ അവർ അത് കൊടുക്കുക. അതിൻ്റെ കൗണ്ടർ ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധുക്കൾക്കുള്ള ആ നല്ല കാരുണ്യ പ്രവർത്തനം, ചാരിറ്റി, റമദാൻ മാസം നിങ്ങൾക്കറിയാം എത്രയോ പ്രതിഫലമുള്ള കാര്യമാണ്. അതാരും നഷ്ടപ്പെടുത്തരുത്. ഓരോരുത്തരും സജീവമായ നിലക്ക് ഞാൻ ഇപ്പോൾ ചൊന്ന മാതിരി സാബിക്കും ബിൽ ഖൈറാത്ത്, ഖൈറാത്തുക്ക് മുന്നേറുന്നവരായിരിക്കണം ഇത്രയും ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കിട്ടിയ കാര്യം നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. പിന്നീട് നമ്മുടെ പള്ളിയുടെ കലക്ഷനാണുണ്ട്. എല്ലാവരും ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ ഈ പരിശുദ്ധമായ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ പള്ളിക്ക് വേണ്ടി ധാരാളമായി സംഭാവന ചെയ്യണം. അൽഹംദുലില്ലാഹ്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ധാരാളമായി സംഭാവന ചെയ്യുന്നുണ്ട്. ഉദാരമായ നിലയ്ക്ക് ഇനിയും നിങ്ങൾ എന്താക്കണം, സംഭാവന ചെയ്യണം. പിന്നീട് ദഅവ ക്ലാസ്, ലേഡീസുകായിട്ടുള്ള തസ്കിയ ക്ലാസ് നാളെ ശനിയാഴ്ച ഇവിടെ നടക്കരുത്. എല്ലാ പെണ്ണുങ്ങളും ആ ഈവനിങ്ങിൽ നടക്കുന്ന ആ ക്ലാസ്സിൽ ഭാഗവാക്കാകളുണ്ട്, അറിയിച്ചു കൊള്ളുരേം. പിന്നെ ദ്വാരക്കണക്ക് വേണ്ടി ഒരുപാട് ആളുകൾ, 90 ICUയിലുള്ള ഒരുപാട് രോഗികൾ, അതേപോലെ നമ്മുടെ ഇടയിൽ തന്നെ നിസ്കരിക്കൊണ്ട് വന്ന പല ആളുകൾക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസറും അതുപോലെ ഡയാലിസിസിനുമൊക്കെ വിധേയമായിട്ടുള്ള കിഡ്നി രോഗങ്ങളും പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അതേപോലെ പല വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ഉമ്മവാപ്പന്മാർ നമ്മുടെ ഇടയിലുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെയെല്ലാം നമ്മുടെയെല്ലാം ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൂരീകരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ശാശ്വതമായ സമാധാനവും അതേപോലെ ആരോഗ്യവും സിഹത്തും ആഫിയത്തും എല്ലാം തന്നെ നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സന്ദർഭത്തിൽ അവരെയും നമ്മയും ഈമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.